എന്താ ഞാൻ ചെയ്യേണ്ടത് പറഞ്ഞോ, ഞാൻ റെഡിയാ. അല്ല, കമ്പിളിച്ചുങ്കത്ത് ഒരു ശുഭ എന്ന് പറയുന്ന സ്ത്രീയാ കിരണിന്റെ അമ്മ. ഞാൻ കുട്ടേട്ടനോട് ഇയാളെ കുറിച്ച് എന്തെങ്കിലും അറിയാവോന്ന് ചോദിക്കട്ടെ? ഈ പേര് ഞാൻ എവിടെയോ കേട്ട് മറന്നതുപോലെയുണ്ട്. കുട്ടേട്ടനോട് ചോദിച്ചു നോക്ക്. ചോദിച്ചോക്കാം. ആരീ സമയത്ത് ഹലോ മോളെ. ഹലോ കുട്ടേട്ടാ, ഞാനൊരു കാര്യം അറിയാനാ വിളിച്ചത്. എന്താ മോളെ പറഞ്ഞോ. കുട്ടേട്ടൻ ഒരിക്കലും കിരണിന്റെ നാട്ടില് കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയിരുന്നില്ലേ? ആ അതെ. അന്ന് അവിടെ വെച്ച് രാമചന്ദ്രൻ എന്നൊരാളെ കുറിച്ച് അറിയോ കാണുവോ മറ്റോ ചെയ്തിരുന്നോ? ഓ, രാമേന്ദ്രൻ ആളെ കുറിച്ച് കേട്ടിരുന്നു. അതെ, കിരണിന്റെ അച്ഛന്റെ സുഹൃത്തായിരുന്നു അയാള്. ഈ രാമേന്ദ്രൻ കിരണിന്റെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നാ അവിടെ വെച്ച് അറിയാൻ കഴിഞ്ഞത്. പിന്നെ അയാളെ കാണാൻ വേണ്ടി ഞാൻ അന്ന് കുറെ ശ്രമിച്ചതാ. എന്നിട്ട് കണ്ടില്ലേ? ഇല്ല, അയാൾക്ക് ബിസിനസ്സോ മറ്റെന്തോ ഒക്കെ ആയിട്ട് അവിടെ അവിടെ അടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നീട് ഞാൻ തപ്പി നോക്കി, പക്ഷേ കിട്ടിയില്ല. പിന്നെ ഞാൻ അതങ്ങ് വിട്ടു. എന്താ പറയാം. എന്തുവാളെ ഇപ്പൊ എന്താണ് അയാളെ കുറിച്ച് തിരക്കാൻ? ഒരു കാര്യമുണ്ട് കുട്ടേട്ടാ, ഞാനിത് നേരിട്ട് പറയാം. അല്ല മോളെ, അയാളെ തപ്പിയെടുക്കണമെങ്കിൽ നമുക്ക് പോയി തപ്പിയെടുക്കാം. മോള് പറഞ്ഞാൽ മതി. ഇപ്പൊ വേണ്ട, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ശരി മോളെ. ആ ശരി കുട്ടേട്ടാ. ശരി. എന്താ പറഞ്ഞേ? കുട്ടേട്ടൻ പറഞ്ഞതനുസരിച്ച് അപ്പൊ ഇയാള് തന്നെയായിരിക്കും ആ രാമേന്ദ്രൻ. അതെ, നമുക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാൻ പറ്റിയ കാര്യങ്ങൾക്കൊരു വ്യക്തത വരുത്താൻ പറ്റും. നല്ല മധുരമുള്ളൊരു കരിക്കെടുത്ത് നിറച്ച് വെള്ളമുള്ളത് നോക്കി എടുക്കും. ഇപ്പൊ തന്നെ. കിരൺ വാ, ഇത് തന്നെയാ കറക്റ്റ് ടൈം. നമുക്ക് എങ്ങനെയെങ്കിലും അയാളോട് കാര്യങ്ങൾ ചോദിച്ചറിയണം. വാ. ശരി, വാ. സർ, എടോ, ഞാനൊന്ന് നോക്കാം. ചേട്ടാ, 2 കരിക്ക്. ഇപ്പൊ തന്നെ. എന്തൊരു ചൂടല്ലേ? അതെ അതെ. ഈ സമയത്തൊരു കരി കുടിക്കുന്നത് നല്ല ആശ്വാസമായിരിക്കും അല്ലേ? അത് ശരിയാ. പക്ഷേ അത് ഈ കരിക്കല്ല, നല്ല സ്വയംഭം കരിക്ക് എന്റെ നാട്ടിൽ കിട്ടും. അതൊരു കവിള് കുടിച്ചാൽ എല്ലാ ക്ഷീണവും മാറും. ചേട്ടന്റെ നാട് എവിടെയാ? പാലക്കാട്. പാലക്കാടോ? പാലക്കാടോ? അതെ. അവിടെ ആരെങ്കിലും സ്വന്തക്കാരുണ്ടോ? ഉണ്ടോന്നോ? ദേ, കിരണിന്റെ വീട് പാലക്കാടാ. ആഹാ.
അപ്പോ നമ്മൾ ഒരേ നാട്ടുകാരാണല്ലേ? ആഹാ, അതെ. വെറുതെ അല്ല, നിന്നെ കണ്ടപ്പോ മുതലേ എവിടെയോ കണ്ടു മറന്നതുപോലൊരു തോന്നലുണ്ടായി. എനിക്ക് ചേട്ടനെ കണ്ടപ്പോഴും അങ്ങനെ തന്നെയാ തോന്നിയേ, അല്ലേ? അല്ല, പാലക്കാട് എവിടെ വീട്? കമ്പിളിച്ചുങ്കം, അവിടെ എന്റെ അമ്മ വീട്. കമ്പിളിച്ചുങ്കത്തോ? ആ, അപ്പൊ എന്റെ നാട്ടുകാരനാണല്ലോ. ആഹാ, ഞാനും കമ്പിളിച്ചുങ്കത്താ. എന്താ നിന്റെ അച്ഛന്റെ പേര്? ചിലപ്പോ ഞങ്ങള് തമ്മിൽ പരിചയക്കാരാണെങ്കിലോ? അച്ഛനെ കുറിച്ച് കിരണിനോട് ചോദിക്കണ്ട ചേട്ടാ. അതെന്ത് പറ്റി? അച്ഛനുമായിട്ട് വഴക്കിലാണോ? അല്ല, എന്റെ അച്ഛൻ ഇതുവരെ എന്നെ അംഗീകരിച്ചിട്ടില്ല. എനിക്കെന്റെ അമ്മ മാത്രമേ ഉള്ളൂ. നീ വിഷമിക്കേണ്ട മോനെ. ചില അവന്മാരങ്ങനെയാ. പാവപ്പെട്ട പെണ്ണുങ്ങളെ സ്നേഹം നടിച്ചു കൊണ്ടു നടന്ന് പറ്റിക്കും. അവസാനം വയറ്റിലൊരു കുഞ്ഞിനെയും കൊടുത്തിട്ട് അവന്മാര് മുങ്ങും. അങ്ങനെ ഒരുത്തനെ എനിക്കും അറിയാം. അവനൊക്കെ കൊടുക്കേണ്ട മരുന്ന് എന്താണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല, വേണ്ടെന്ന് വെച്ചിട്ട് അടയ്ക്കുക. എന്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് അംഗീകരിപ്പിക്കാനുള്ള തെളിവുകളല്ലാത്തത്. അങ്കിള് കിരണിന്റെ അമ്മയുടെ നാട്ടുകാരനാണെന്നല്ലേ പറഞ്ഞത്? ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? എന്താ ഞാൻ ചെയ്യേണ്ടത് പറഞ്ഞോ, ഞാൻ റെഡിയാ. അല്ല, കമ്പിളിച്ചുങ്കത്ത് ഒരു ശുഭ എന്ന് പറയുന്ന സ്ത്രീയാ കിരണിന്റെ അമ്മ. ശുഭ? അങ്ങനെ ആരെങ്കിലും അങ്കിളിന് പരിചയമുണ്ടോ? ശുഭയുടെ മോനാണോ നീ? ആ, അതെ.